എൻ്റെ പൊന്ന് ഡാനിഷണ്ണ, ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പൊസിഷൻ ഏതാണ്? നമുക്കൊരു പിടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഡാനിഷ് ഫറൂഖിൻ്റെ പ്രകടനം കാണുമ്പോൾ നല്ല നിരാശ ഉണ്ടായിരിക്കും. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. പുള്ളി അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്ന ഒരു സ്ട്രൈക്കറായിട്ടായിരുന്നു. പിന്നീട് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് കണ്ട് അദ്ദേഹത്തിനെ മധ്യനിരയിലേക്ക് വിടുന്നു. മധ്യനിരയിലാണ് കളിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് എപ്പോഴും അറ്റാക്കിംഗ് ഇൻറ്റൻ്റ് ആണ്. അതുകൊണ്ട് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് നിയമിക്കുന്നു. അങ്ങനെ സ്ട്രൈക്കറും അല്ല, മിഡ്ഫീൽഡറും അല്ല, സെക്കൻഡ് സ്ട്രൈക്കറും അല്ല, എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞൊരു അവിയൽ പരുവത്തിലാണ് ഇപ്പം ഡാനിഷ് ഫറൂഖ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് ഡാനിഷ് ഫറൂഖ് തന്നെയാണ്. അദ്ദേഹം 8 ഗ്രൗണ്ട് ഡ്യൂലുകളും ഏരിയൽ ഡ്യൂലുകളും കൂടി ആകെ 8 എണ്ണമാണ് അറ്റൻഡ് ചെയ്തു. അതിനകത്ത് 1 എണ്ണം മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷോട്ട് ആക്യുറസിയുടെ കാര്യം പടലം. സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡ്രിബിൾ പോലും പുള്ളിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ടാക്കിളുകളൊന്നും വിൻ ചെയ്യാൻ പറ്റിയില്ല. നോക്കുമ്പോൾ അബ്സല്യൂട്ട്ലി സീറോ പെർഫോമൻസ് ആണ് ഡാനിഷ് ഫറൂഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്ലെയർ റേറ്റിംഗിലൊക്കെ വളരെ താഴെയാണ് ഡാനിഷ് ഫറൂഖ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മറന്നുകൂടാ. എന്നിട്ടും ഡാനിഷ് ഫറൂഖ് എന്തുകൊണ്ട് ടീമിൽ വരുന്നു ആദ്യ 11-ൽ തുടർച്ചയായി എന്നുള്ള ചോദ്യത്തിന് മിഖായൽ സഹറയുടെ മറുപടി വളരെ കൺവിൻസിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഡാനിഷ് ഫറൂഖ് കളിക്കളത്തിലേക്ക് വരുമ്പം മോശം പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എങ്കിൽ പോലും ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കി ഏറ്റവും നന്നായിട്ട് കളിച്ച് ആശാനെ ഇംപ്രസ് ചെയ്യുന്നത് ഡാനിഷ് ഫറൂഖും മിലോസ് റുദിച്ചുമാണ്. അപ്പം മിഖായൽ സഹറ പറയുന്നത് പരിശീലന വേളകളിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് ഡാനിഷും മിലോസുമാണ്. സോ അവരെ എങ്ങനെ ഒഴിവാക്കും? ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ട്രെയിനിങ് സെഷനിൽ കാണിക്കുന്നത് ഡാനിഷാണ്. ട്രെയിനിങ് സെഷനിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും കാര്യമില്ലല്ലോ മോനെ. അത് മെയിൻ സ്റ്റേജിലും കൂടെ കാണിക്കണ്ടേ. ഇപ്പം നമ്മൾ ചുമ്മാതെ ക്ലാസ് ടെസ്റ്റിന് ഫസ്റ്റ് വാങ്ങിച്ചിട്ട് കാര്യമില്ല, ബോർഡ് എക്സാമിനും കൂടി ഫസ്റ്റ് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. അത് ഡാനിഷ് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അത് മനഃപൂർവ്വമൊന്നും ആയിരിക്കത്തില്ല, സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം.